ഹായ്, വെൽക്കം ടു പഠിക്കാം രസിക്കാം യൂട്യൂബ് ചാനൽ. 5ാം ക്ലാസ്സുകാരുടെ മാത്സ് ഹോംവർക്കാണ് ചെയ്തിട്ടുള്ളത്. ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയം ഉള്ളവർക്കുള്ള വീഡിയോ ഉണ്ട്, മീൻസ് ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ ഇംഗ്ലീഷ് മീഡിയം ഒരു ടേബിൾ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതാണ് ഫസ്റ്റത്തെ ഇംഗ്ലീഷ് മീഡിയം ഉള്ളവർക്കുള്ള വീഡിയോ. ഇത് അതിൽ ക്ലാസ് 5C ആണ്. 5Cയിലേക്ക് കൊടുക്കാനായിട്ട് 70 സീറ്റ്സ് ഉണ്ട് നമ്മളുടെ കയ്യിൽ. 70 സീറ്റ്സ് കൊടുക്കുകയാണ്. അവരുടെ ക്ലാസ്സിൽ 5 ഗ്രൂപ്പുകളാക്കി തിരിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ഗ്രൂപ്പിന് എത്ര കിട്ടും എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ എത്രയുണ്ട്? മൊത്തം നമ്മളുടെ കയ്യിൽ 70 മിഠായികളുണ്ട്. മൊത്തം 5 ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ ഓരോ ഗ്രൂപ്പിനും കൊടുത്ത് ഇങ്ങനെ ലാസ്റ്റ് എത്രയാണ് ഒരു ഗ്രൂപ്പിന് കിട്ടുന്നത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇപ്പോൾ ഇതാണ് മലയാളം മീഡിയം ഉള്ളവർക്ക്. അപ്പോൾ ആദ്യം തന്നെ ചെയ്യലാണല്ലോ, കണക്ക് ചെയ്യലാണല്ലോ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എത്രയുണ്ട്? 70 ടോട്ടൽ സീറ്റ്സ് ഉള്ളത്. എത്രയാണ് ഗ്രൂപ്പ്? 5 ഗ്രൂപ്പ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം അല്ലേ. 1 2 3 4 5 ഗ്രൂപ്പ്. ഇനി ആദ്യം തന്നെ നമുക്കൊരു 10 മിഠായി വെച്ച് അങ്ങോട്ട് കൊടുത്ത് നോക്കാം. അപ്പോൾ എങ്ങനെ ഉണ്ടാവും അറിയാലോ. അപ്പോൾ എത്രയുണ്ട്? 50 മിഠായികളായല്ലേ. 10 മിഠായി വെച്ച് കൊടുത്തപ്പോൾ ടോട്ടൽ എത്രയായി? 50ആയി. പക്ഷെ നമ്മുടെ 70 എണ്ണം ഉണ്ടല്ലോ, 50 കൊടുത്തിട്ടുള്ളൂ. ഇനി എത്ര ബാക്കിയുണ്ട്? 20 എണ്ണം കൂടി ബാക്കിയുണ്ട് അല്ലേ. അപ്പോൾ 20 എണ്ണം തുല്യമായിട്ട് തന്നെ കൊടുക്കണ്ടേ. അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഒരെണ്ണം വീതമൊക്കെ കൊടുത്ത് വേണമെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ ഒരു 2 എണ്ണം വെച്ച് കൊടുക്കാൻ പോകണം കേട്ടോ. ആദ്യമേ 2 എണ്ണം വെച്ച് കൊടുത്തപ്പോൾ എത്രയായി? 10 എണ്ണമായില്ലേ. ഇനിയും 10 കൂടിയും ബാക്കിയുണ്ട്. ഇപ്പം നോക്കി. അതായത് ഫസ്റ്റ് നമ്മൾ 10 എണ്ണം വീതം കൊടുത്തു. അപ്പോൾ 50 മിഠായികൾ കൊടുത്ത് തീർന്നിട്ടുണ്ടായിരുന്നു. വീണ്ടും 2 എണ്ണം വീതം കൊടുത്തപ്പോൾ 10 എണ്ണമായി ടോട്ടൽ. വീണ്ടും 2 എണ്ണം വീതം കൊടുത്തപ്പോൾ 10 എണ്ണം. അങ്ങനെ ടോട്ടൽ 50ഉം 10ഉം 10ഉം ആയിട്ടാണ് കൊടുത്തത്. അങ്ങനെ മൊത്തം എത്രയായി? 70 മിഠായികളായി. അപ്പോൾ ഒരു ഗ്രൂപ്പിന് എത്ര കിട്ടുന്നുണ്ട്? 10ഉം 2ഉം 2ഉം 14ആണ് കിട്ടുന്നത്. അതുപോലെ എല്ലാ ഗ്രൂപ്പിനും 14 മിഠായി വീതം കിട്ടും. അതിൻ്റെ അർത്ഥം എന്താ? 70 മിഠായികൾ 5 ഗ്രൂപ്പിനായിട്ട് തുല്യമായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു ഗ്രൂപ്പിന് 14 മിഠായിയാണ് കിട്ടുന്നത്. ഇനി അടുത്തത് വേറെ രീതിയിൽ ചെയ്യേണ്ടതാണ്. 6A അവിടെ 96 സീറ്റ്സ് ഉണ്ട്. പക്ഷേ നമുക്ക് ക്ലാസ്സിലെ സംഘങ്ങളുടെ എണ്ണം അറിയില്ല. ഓരോ സംഘത്തിനും കിട്ടിയ മിഠായിയുടെ എണ്ണം 8 എന്നറിയാം. അപ്പോൾ അതെങ്ങനെ നമുക്ക് ചെയ്തു നോക്കാൻ സാധിക്കും? 96 മിഠായി ഉണ്ട്. പിന്നെ എന്താ അറിയാം, 8 എണ്ണം കിട്ടിയിട്ടുണ്ട് ഒരു ഗ്രൂപ്പിന്. അപ്പം നമുക്ക് ഗ്രൂപ്പുകളുടെ എണ്ണം അവിടെ കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. അതെങ്ങനെയാണ് ചെയ്യാം? അപ്പോൾ അതിനെ നമുക്ക് ഇങ്ങനെ ചെയ്തു നോക്കാം. ഒരു ഗ്രൂപ്പിന് 8 കിട്ടി. ഒരു ഗ്രൂപ്പിന് 8 കൊടുത്തു, അടുത്ത ഗ്രൂപ്പിനും 8 കൊടുത്തു. അങ്ങനെ ഓരോ ഗ്രൂപ്പിന് 8 വീതമാണല്ലോ കിട്ടിയിട്ടുള്ളത്. ഞാൻ വെറുതെ ഇത്രയും ചെയ്തു കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ഗ്രൂപ്പിന് 8 മിഠായി കൊടുത്തിട്ട് രണ്ടാമത്തെ ഗ്രൂപ്പിനടുത്ത്, മൂന്നാമത്തെ ഗ്രൂപ്പിനടുത്ത്, നാലാമത്തെ ഗ്രൂപ്പിനടുത്ത്, അഞ്ചാമത്തെ ഗ്രൂപ്പിനടുത്തു. ഇപ്പോൾ എത്രയായി? 5 × 8 40 അല്ലേ. 40 മിഠായി അല്ലല്ലോ, 96 മിഠായി ഇല്ലേ. ഇപ്പം ഞാൻ വെറുതെ 5 ഗ്രൂപ്പ് തന്നെ കൊടുത്തിട്ടുള്ളൂ. 5 ഗ്രൂപ്പ് അല്ലല്ലോ അപ്പോൾ ഉള്ളത്. നമ്മളോട് ഗ്രൂപ്പുകളുടെ എണ്ണം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ഗ്രൂപ്പിന് 8 മിഠായി വെച്ച്. അങ്ങനെ എത്ര ഗ്രൂപ്പുകളുണ്ട്? ഇനിയും കൊടുക്കണം അല്ലേ. ഇനിയും ഞാൻ കൊടുക്കുകയാണ് ഇങ്ങനെ. ഓരോ ഗ്രൂപ്പിനും 8 എണ്ണം വീതം കൊടുത്തു. ഇപ്പം എത്രയായി? 1 2 3 4 5 6 7 8 9 10 11 12 എണ്ണം കൊടുത്തിട്ട് 12 ഗ്രൂപ്പിനായിട്ട് കൊടുത്തു. ഇപ്പോഴും ശരിയാവുമെന്ന് നോക്കാം. നമുക്ക് 12 × 8 ചെയ്ത് നോക്കണം. അല്ലെങ്കിൽ നമുക്ക് വെറുതെ കൂട്ടി നോക്കിയാലും മതി. ഇങ്ങനെ ഇവിടെ നിന്നിട്ട് കൂട്ടി നോക്കാം. 8ഉം 8ഉം 16. പിന്നെ 16ൻ്റെ കൂടെ 8 കൂട്ടിയാൽ എത്രയാണ്? 24. 24ൻ്റെ കൂടെ 8 കൂട്ടിയാൽ 32. 32ൻ്റെ കൂടെ 8 കൂട്ടിയാൽ 40. പിന്നെ 48, 56. പിന്നെ 56ൻ്റെ കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ 64, 72, 72ഉം 80, 80ഉം 8ഉം 88, 88ഉം 8 എത്രയാണ്? 96 അല്ലേ. അപ്പോൾ ടോട്ടൽ 96 ആയല്ലോ. അപ്പോൾ ശരിയായില്ലേ. അപ്പോൾ എത്രയാണ്? 96 മിഠായികൾ ഒരു ഗ്രൂപ്പിന് 8 വീതം. അപ്പോൾ ഞാൻ അങ്ങനെ വെറുതെ കൊടുത്ത് നോക്കിയതാണ് അല്ലേ. അപ്പോൾ എത്രയുണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12 ഗ്രൂപ്പുകൾക്കാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് രണ്ടാമത്തെ കണക്ക് ചെയ്തിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ കണക്ക് 6B എത്രയാണ്? 84 സീറ്റ്സ് ഉണ്ടാകെ 6 സംഘങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ പോലെ തന്നെ വേണമെങ്കിൽ 10 എണ്ണം വീതം കൊടുക്കാം. ഫസ്റ്റത്തെ കണക്ക് ചെയ്ത പോലെ തന്നെ കേട്ടോ. അതായത് എന്ത് ചെയ്യണം? ഫസ്റ്റ് തന്നെ 84 മിഠായി. അപ്പോൾ ആദ്യം തന്നെ 6 ഗ്രൂപ്പുകൾ. 6 ഗ്രൂപ്പായിട്ട് ഇങ്ങനെ 1 2 3 4 5 6 എന്ന് 6 ഗ്രൂപ്പായിട്ട് നേരത്തെ തൊട്ടുപുറത്ത് ചെയ്തില്ലേ, ഇതുപോലെ ചെയ്യാം. ഇവിടെ 5 ഗ്രൂപ്പ് ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ 6 ഗ്രൂപ്പ് എന്ന് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? 10 മിഠായി വീതം കൊടുത്ത് നോക്കുക. എന്നിട്ടും ബാക്കി ഉണ്ടെങ്കിൽ വീണ്ടും വല്ല ഒരെണ്ണോ 2 എണ്ണോ വെച്ചിട്ടൊക്കെ അങ്ങനെ കൊടുത്ത് തുല്യമാക്കി നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടും? 14. ഇനി അതുപോലെ തന്നെ അടുത്തതിൽ കാണാനുള്ളത് ആകെ മിഠായികളുടെ എണ്ണമാണ് കേട്ടോ. വ്യത്യാസമുണ്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യണം? ആകെ മിഠായി എന്ന് പറയുമ്പോൾ ക്ലാസ്സിലെ സംഘങ്ങളെ 7 ഗ്രൂപ്പാണുള്ളത്.
ഒരു ഗ്രൂപ്പിന് 12 എണ്ണം വെച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യണം? 7 ഗ്രൂപ്പ് ഉണ്ട്, 12 എണ്ണം വെച്ച് ചെയ്യണം. അപ്പോൾ ഗുണനം അറിയുന്നവരാണെങ്കിൽ 12 × 7 ഗുണിച്ചാൽ മതി. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? 12 എണ്ണം മിഠായി ഉണ്ട്, 7 ഗ്രൂപ്പും ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് നോക്കി നോക്കാം. 1 2 3 4 5 6 7 ഗ്രൂപ്പ്. 7 ഗ്രൂപ്പുകാർക്ക് 12 വീതം കിട്ടിയെന്ന് പറയുമ്പോൾ നമുക്കൊന്ന് വെറുതെ എഴുതി നോക്കാം അല്ലേ? ഇനി ഇതിൻ്റെ ടോട്ടൽ ചെയ്താൽ പോരെ? ഇതെല്ലാം കൂടി 12 അപ്പോൾ 7 12 കൂട്ടി നോക്കിയാലും പോരെ? അങ്ങനെ കൂട്ടി നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടും? ഇതിൽ പറഞ്ഞ പോലെ 84 ആകെ മിഠായികളുടെ എണ്ണം ആൻസർ കിട്ടുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഓരോ കണക്കും ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക് യു.